ബിംസ്റ്റിക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തായ്ലൻഡിലെത്തിയ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധത്തിന് മാറ്റുകൂട്ടുകയായിരുന്നു മോദിക്ക് ലഭിച്ച സ്വീകരണം. സംസ്കൃതം, പാലി എന്നീ ഭാഷകളുടെ സ്വാധീനം തായ് ഭാഷകളിൽ പ്രകടമാണ്. സന്ദർശന സമയത്ത് 18-ാം നൂറ്റാണ്ടിൽ വരച്ച രാമായണവുമായി ബന്ധപ്പെട്ട ചുവർചിത്രങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റാമ്പുകൾ തായ്ലൻഡ് പുറത്തിറക്കിയതിൽ അതീവ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു. തായ് രാമായണത്തിന്റെ ആവിഷ്കാരവും അദ്ദേഹം കണ്ടു. രാമന് മഹത്വം എന്നതാണ് ഇവിടുത്തെ സംസ്കാരത്തിന്റെ മുഖ്യ ആകർഷണം. ഇവിടെ രാജാക്കന്മാർ അഭിമാനത്തോടെ രാമൻ എന്ന പദവി സ്വീകരിച്ചുകൊണ്ട് രാമൻ പ്രതീകപ്പെടുത്തിയ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിരുന്നു. അവർ തങ്ങളുടെ തലസ്ഥാനത്തിന് അയോധ്യ അഥവാ ആയുത്തയ എന്ന് പേരിട്ടു. കുറച്ചകലെയായി രാമന്റെ മകനായ ലവയുടെ പേരിലുള്ള പട്ടണവും ഉണ്ടായിരുന്നു. ഇവിടെ നിർമ്മിക്കുന്ന നിരവധി സിനിമകളിൽ നായകൻ തന്റെ ശരീരത്തിൽ ഹനുമാന്റെ രൂപം വച്ചകുത്തുന്നതിലൂടെ നിഗൂഢ ശക്തികൾ നേടുന്നു. കുട്ടികളും യുവാക്കളും മിക്കവാറും എല്ലാവരും തന്നെ ഹനുമാന്റെ കടുത്ത ആരാധകരാണ് എന്നത് അതിശയകരമല്ല. നൂറ്റാണ്ടുകളായ ഭരണാധികാരികൾ രാമായണം പരിപോഷിപ്പിച്ച ഒരു രാജ്യം കൂടിയാണ് തായ്ലൻഡ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളെ പോലെ തായ്ലൻഡും രാമായണ ഇതിഹാസത്തിന്റെ സ്വന്തം രസം വികസിപ്പിച്ചെടുത്ത രാജ്യമാണ്. ഇത് തായ് സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സ്വാധീനമാണ്. ക്ലാസിക്കൽ തായ് രാമായണം രാമന്റെ മഹത്വം എന്നർത്ഥം വരുന്ന രാംകീൻ എന്ന് അറിയപ്പെടുന്നു. സംസ്കൃതത്തിലെ കീർത്തി എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, അതായത് മഹത്വം. ഇന്ത്യയിൽ നിന്ന് വ്യാപാരികൾ, ബ്രാഹ്മണ ആചാരാനുഷ്ഠാനങ്ങൾ, ബുദ്ധ മിഷണറിമാർ എന്നിവരോടൊപ്പം യാത്ര ചെയ്ത രാമായണം പൊതുയുഗത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ആധുനിക തായ്ലൻഡിന്റെ മുന്നോടിയായി സയാമിൽ നിലയുറപ്പിച്ചിരുന്നു. 12-13 നൂറ്റാണ്ടുകളിൽ ശ്രീലങ്കയിൽ നിന്ന് തേരവാദ ബുദ്ധമതം സിയാമിൽ പ്രവേശിച്ചപ്പോഴേക്കും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയ ദൈവങ്ങളും മുഴുവൻ ഹിന്ദുലോക വീക്ഷണവും പ്രാദേശിക ഉന്നതർ സ്വീകരിച്ചിരുന്നു അത്രേ. തായ്ലൻഡിലെ ജനങ്ങൾക്ക് രാമായണവുമായുള്ള ബന്ധം തായ് സംസ്കാരത്തിന്റെയും ജീവിത രീതിയുടെയും മുഴുവൻ ഘടനയിലും കഥ ഇഴചേർന്നിരിക്കുന്ന രീതിയിലാണ്. ഭൂമിയിലെ നാരായണദേവന്റെ തായ് ഭാഷയിൽ നരായ്, പുനർജന്മങ്ങളിൽ ഒന്നിന്റെ കഥയാണ് രാംകിയാൻ. ദുഷ്ടനായ രാവണന്റെ തായ് ഭാഷയിൽ തോഡശകൻ എന്ന സംസ്കൃത ദശകണ്ഠ എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് 10 തലയുള്ളത് എന്നർത്ഥം. ആ നേതൃത്വത്തിൽ ഭീമന്മാരുടെ വംശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദുഷ്ടശക്തിയെ ചെറുക്കുന്നതിനായി ശിവൻ അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിട്ടു. അങ്ങനെ രാമൻ സഹോദര്യ സ്നേഹം, സത്യസന്ധത, ആത്മത്യാഗം, ഭാര്യയോടുള്ള ഭക്തി തുടങ്ങിയ ദൈവീകവും മാനുഷികവുമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു. മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ വകഭേദങ്ങളെ പോലെ സീതയും രാവണന്റെ മകളായി പ്രത്യക്ഷപ്പെടുന്നു. സീതയെ പിന്നീട് ഉപേക്ഷിച്ചതിന് ശേഷം വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു. അവൾ കൃപയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ്. ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തിന്റെ സവിശേഷതകൾ, വസ്ത്രങ്ങൾ, അഭിരുചികൾ, മുൻഗണനകൾ എന്നിവ ഉൾപ്പെടെ തായ് ജീവിത രീതിയുടെ പശ്ചാത്തലത്തിലാണ് മുഴുവൻ കഥയും പറയുന്നത്. ഈ ഇതിഹാസത്തിൽ ഹനുമാന് വിപുലമായ ഒരു സ്ഥാനമുണ്ട്. തായ് സമൂഹത്തിൽ സ്വന്തമായ ഒരു പ്രധാന സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. തായ്ലൻഡിന്റെ ചരിത്രവും സംസ്കാരവും രാമായണത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ്. രാമായണം തായ് സമൂഹത്തിൽ ഒരു ബന്ധിപ്പിക്കുന്ന ശക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലും അതിശയോക്തിയില്ല. അത് അതിന്റെ ചരിത്രത്തിലെ ദുഷ്കരമായ കാലഘട്ടങ്ങളെ മറികടക്കാനും ആധുനികവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ശക്തികളെ ചർച്ച ചെയ്യാനും സ്വന്തം തനതായ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ പ്രാപ്തമാക്കി. അതേസമയം തെക്ക് കിഴക്കൻ ഏഷ്യയുമായും ഇന്ത്യയുമായും രാമായണം അതിന്റെ ഏറ്റവും ശക്തമായ ബന്ധങ്ങളിൽ ഒന്നായി തുടരുകയാണ്. എന്തായാലും തായ്ലൻഡ് പോലെയുള്ള ഒരു രാജ്യത്ത് രാമായണത്തിന് ഇത്രയേറെ പ്രസക്തി ഉണ്ട് എന്നതും അതുപോലെ തന്നെ രാമനും സീതയും ഒക്കെ അവിടെയും അവരുടെ വീരകഥാപാത്രങ്ങളാണ് എന്നുള്ളതും ഇന്ത്യയും തായ്ലൻഡുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇത്രയധികം വാചാലനാകുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ളതും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. കാരണം രണ്ട് സംസ്കാരങ്ങൾ ഇഴുകിച്ചേരുമ്പോഴും അവിടെ കോമൺ ആയിട്ടൊരു സംഭവം ഉണ്ട്, ഒരു സംഗതി ഉണ്ട് എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.